അകത്തോട്ട് പോയാലോ? അകത്തേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ VPS ലേക്ക് ഷോർ പ്രസൻസ് SKN ബോട്ടി തുടരുകയാണ്. ഇപ്പം നമ്മൾ സാക്ഷാൽ ലേക്ക് ഷോറിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇത്രയും ജില്ലകൾ കടന്നാണ് ഇപ്പോൾ നമ്മൾ ലേക്ക് ഷോറിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഇത്തരം ഒരു വലിയ സംരംഭത്തിന് നമുക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകി VPS ലേക്ക് ഷോറാണ്. ഡോക്ടർ ഷംസീർ വയലിൽ, അദ്ദേഹത്തെ നമ്മൾ അല്ലേ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. അതോടൊപ്പം മാനേജിംഗ് ഡയറക്ടർ ശ്രീ SK അബ്ദുള്ളയും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ 40 കൊല്ലക്കാല ജീവിതത്തിനിടയിൽ ഏറ്റവും വലിയൊരു സാമൂഹിക ദൗത്യം ഞാൻ ഏറ്റെടുത്തപ്പോൾ ഡോക്ടർ ഷംസീർ വയലും അദ്ദേഹത്തിൻ്റെ VPS ലേക്ക് ഷോറും വലിയ പിൻബലമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ലേക്ക് ഷോറിൻ്റെ അകത്തുനിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും ലോകമെമ്പാടും ഇത് തത്സമയം കാണുകയാണെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചതിലേക്കാളും എത്രയും അപകടം പിടിച്ച വഴിയിലൂടെ കേരളം ഒരു യാത്ര ചെയ്യുമ്പോൾ ആ അപകടത്തിൽ നിന്ന് കേരളത്തെ മുക്തമാക്കാനുള്ള പ്രചാരണ പരിപാടിയുമായി നമ്മൾ മുന്നിട്ടിറങ്ങിയപ്പോൾ അതിന് ഏറ്റവും വലിയ പിൻബലവുമായിട്ടാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ നമുക്കൊപ്പം ചേർന്ന്. കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഒരു പ്രൊഫഷണൽ സ്ഥാപനമാണ്. ഗൾഫ് നാടുകളിലുമൊക്കെ തന്നെ വലിയ ആശുപത്രി ശൃംഖലയുള്ള VPS ലേക്ക് ഷോറിൻ്റെ ഭാഗം തന്നെയാണ് ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലും. അപ്പോൾ നമുക്കെനിക്കൊന്ന് മേലോട്ട് പോകാൻ തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മുടെ VPS ലേക്ക് ഷോറിൽ എത്തിയിരിക്കുകയാണ്. SKN പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആവശ്യവുമായി മുന്നോട്ട് ചെന്നപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് സഹായം വാഗ്ദാനം ചെയ്ത ഗ്രൂപ്പാണ് VPS ലേക്ക് ഷോർ. ഇപ്പോൾ SKN അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം SKN അവിടുത്തെ ഡി അഡിക്ഷൻ സെൻ്ററും പല വിഭാഗങ്ങളും സന്ദർശിക്കും. ഒപ്പം തന്നെ ഈ ലഹരിയിൽ നിന്ന് മുക്തി നേടിയ ചിലർ അവിടെ എത്തിയിട്ടുണ്ട്. അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. എങ്ങനെയാണ് അവർ ലഹരി മുക്തി നേടിയത്, അവിടുത്തെ ആ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ലഹരിയിൽ നിന്ന് മുക്തി നേടുക. കൃഷ്ണ ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ അതിമനോഹരമായ ദൃശ്യമാണ് കാണുന്നത് അല്ലേ. നമ്മൾ ഈ നമ്മുടെ ആ ഡ്രോൺ വിഷ്വൽസ് വരുമ്പോഴാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നതും സ്ഥിരം എന്നോണം നമ്മൾ യാത്ര ചെയ്യുന്നതും അല്ലേ. VPS ലേക്ക് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മുടെ ഈ കേരളത്തിൽ വലിയൊരു പ്രചാരണ പരിപാടി നമ്മൾ നടപ്പിലാക്കുന്നു. അതായത് MDMA പോലുള്ള മാരക ഡ്രഗുകൾ ആളുകൾ ഉപയോഗിക്കാതിരിക്കാനുള്ള നമ്മുടെ ഉദ്യമത്തിന് ഏറ്റവും വലിയ പിൻബലം കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രി VPS ലേക്ക് ഷോറും നൽകുന്നു. ഗൾഫ് നാടുകളിലൊക്കെ തന്നെ വലിയൊരു ശൃംഖല, ഒരു ഹെൽത്ത് കെയർ ശൃംഖല ഉള്ള സ്ഥാപനമാണ് VPS ലേക്ക് ഷോർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങ് നൽകിയ സഹായത്തിനും VPS ലേക്ക് ഷോർ നൽകിയ സഹായത്തിനും ഒക്കെ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഇതൊരു സാമൂഹിക ദൗത്യം, ഇത് നമ്മളൊരു ദൗത്യം കൊണ്ട് നിങ്ങളുടെ ദൗത്യത്തിന്റെ കൂടെ ഞങ്ങൾ ഭാഗഭാക്കാവാണ്. നമ്മൾ ഒന്നിച്ചുള്ള യാത്രയാണ്. അതുമല്ല, എനിക്ക് സന്തോഷപൂർവ്വം ഡോക്ടർ ഷംസീർ വയലിൽ ചിലപ്പം ഗൾഫിൽ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ട്. അദ്ദേഹത്തോട് പറയാനുള്ളത് നമ്മുടെ ഒരു ലോങ് സ്റ്റാൻഡിങ് ബന്ധമാണ്. ഇതേപോലുള്ള ഗുരുതരമായ സാമൂഹിക പ്രശ്നങ്ങളിൽ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാനുണ്ട്. നമുക്ക് ഈ കേരളത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള തിരിച്ചറിവ് കൂടി ഉള്ളപ്പോഴാണ് ശ്രീ SK അബ്ദുള്ള നമുക്കൊപ്പം സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഇത് നിങ്ങൾക്കും ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടല്ലോ? വളരെയധികം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ദിവസം അങ്ങനെയുള്ള ആൾക്കാർ ചികിത്സിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമുക്കൊരു ഡി അഡിക്ഷൻ വാർഡും റീഹാബിലിറ്റേഷൻ വാർഡും അതിനുണ്ട്. പക്ഷേ ഈ യാത്ര ഒരു കണ്ണു തുറപ്പിക്കലായി മാറിയിട്ടുണ്ട്. അല്ല, ഇത് ഭയങ്കരമായ മാത്രമല്ല ഒരു പ്രത്യേകത ഞാൻ കണ്ടെന്ന് അറിയോ, പണ്ടൊക്കെ അമ്മമാരൊക്കെ ഇത് പറയാൻ മടിക്കുമല്ലോ. ഇപ്പൊ ആൾക്കാർ നമ്മളോട് തന്നെ വന്നങ്ങ് പറയുക കുട്ടി ശരിയല്ല. നമ്മുടെ CEO കൂടിയായ ശ്രീ ജയേഷ് സർ, ഇതൊരു നീഡ് ഓഫ് ദി അവർ ആണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഐ ഓപ്പണറാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എല്ലാവരും കൂടി ഒത്തുവരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലേക്ക് ഷോറിൽ നിന്നാണ് ഈ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ CFO കൂടി ഒരു വാക്ക് പറയട്ടെ. പുതിയ തലമുറയ്ക്ക് ഇതൊരു പാഠമാണ്. ഇതിൽ നമ്മളുടെ കേരളത്തിൽ ഇപ്പം വളരെയധികം കുട്ടികൾ, എസ്പെഷ്യലി ചെറിയ ചെറിയ കുട്ടികൾ വരെ ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ട്. ഇത് ഈ സമൂഹത്തിനെ നമ്മൾ രക്ഷിച്ചേ നിർത്തുള്ളൂ. അതിന് ശ്രീകണ്ഠൻ നായരും അതേമാതിരി നമ്മളെ ഹോസ്പിറ്റലും കൂടി ഉള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല രീതിയിലൊരു കാര്യമാണ്. അപ്പം ഇത് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
എനിക്ക് ഇത്രയും ജില്ലകൾ കടന്നപ്പോൾ നമ്മൾ ആദ്യത്തെ 1-2 ജില്ല കടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊരു ചെറിയ പ്രശ്നമാണെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ചെറിയ കുട്ടികൾക്ക് ഈ കൂൾ എന്നൊക്കെ പറഞ്ഞാൽ മിഠായിയൊക്കെ കൊടുത്ത് ആളുകൾ വളരെ ചെറിയ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ട്. മാത്രമല്ല നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ തന്നെ അതീവ ജാഗ്രത വേണ്ട ഒരു സമയമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ മുന്നിലൊക്കെ വലിയ ഭാരിച്ച ദൗത്യം ഇത് ബാക്കിയാക്കുകയാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സർക്കാരിനും മാത്രമല്ല പോലീസ് എക്സൈസ് റെയ്ഡുകളൊക്കെ വളരെ സജീവമാണ്. ഇപ്പോൾ കൊച്ചി വളരെ സജീവമായിട്ടുണ്ട്. ഈ യാത്ര തുടങ്ങിയതിന് ശേഷം ഒരുപാട് സജീവമായ പ്രവർത്തനങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ VPS ലേക്ക് ഷോറിൻ്റെ കോൺഫറൻസ് ഹാളിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ ഈ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരെല്ലാം നമുക്കൊപ്പം അണിചേരുന്നു എന്നുള്ളതാണ്